കേൾക്കുന്നില്ലല്ലോ. അനുദപിക്കുന്ന പാപിയെ കുറിച്ച് ദൈവത്തിന് ഇത്രമാത്രം ആഗ്രഹമുള്ളതിന്റെ കാരണം നമ്മളുടെ ജീവിതത്തിൽ തന്നെ നമ്മളൊന്ന് വ്യക്തമായി നമ്മൾ നോക്കിയാൽ മതി. നമ്മളെ ഭയങ്കരമായിട്ട് വെറുത്തൊരു വ്യക്തി, അല്ലെങ്കിൽ നമ്മള് ഭയങ്കരമായി വെറുത്തൊരു വ്യക്തി. പക്ഷെ ആ വ്യക്തിയുടെ ജീവിതത്തില് നമ്മള് വെറുത്തതും അല്ലെങ്കിൽ നമ്മളോട് വെറുപ്പുണ്ടായ കാരണത്തെ കുറിച്ച് നമ്മൾക്കും അവർക്കും വ്യക്തമായ സത്യം മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു അവസരത്തില് അവരോട് ഒന്ന് സഹകരിക്കുക, അല്ലെങ്കിൽ സ്നേഹത്തോടു കൂടെ കാര്യം ഏറ്റുപറയാം. കാരണം ഇതൊരു ഭാരമാണ് അല്ലെ? ഒരു വെറുപ്പ് നമ്മുടെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാല് ഭയങ്കര ഭാരമാണ്. ഭാരമല്ലേ? അതെ. നമ്മൾ എത്ര പറഞ്ഞാലും അതൊരു ഭാരം തന്നെയാണ്. ഭാരം എന്ന് പറഞ്ഞാല് ഇപ്പോ എനിക്ക് രാവിലെ ഒരു കാര്യത്തില് വഴക്ക് പറയേണ്ടി വന്നു. അപ്പോ ഞാൻ വഴക്ക് പറഞ്ഞപ്പോഴേക്കും ഞാൻ ഓർത്തു, വഴക്ക് പറയണ്ടെന്ന് വിചാരിച്ചാലും പറഞ്ഞു പോകും. നമ്മുടെ സാഹചര്യവും നമ്മുടെ സമയവും ഒക്കെ അനുസരിച്ച് ആരും പെരുമാറാതെ വരുമ്പോൾ പറഞ്ഞു പോകുമ്പോഴേക്കും പിന്നീടാണ് ഓർക്കുന്നത്, പക്ഷെ പറയണ്ടായിരുന്നു. അപ്പൊ ആ ഒരു വാക്കുകൾക്ക് പോലും എത്ര ശക്തിയുണ്ട്. അതായത് നമ്മൾ പറയുന്ന വാക്കുകൾ അവർക്ക് എത്ര സ്വാധീനിക്കുന്നു എന്നുള്ളതിനേക്കാൾ ഉപരിയായി നമ്മളെ അവരെ 10% സ്വാധീനിക്കുന്നുള്ളൂ എങ്കിലും 90% നമ്മളെ തന്നെയാണ് കൂടുതലും സ്വാധീനിക്കുന്നത്. നമ്മളെ വേദനിപ്പിക്കുന്നതും നമ്മുടെ കയ്യിലുള്ള ഒരു ദൈവിക നന്മയെ ദുർബലമാക്കുന്നത്. പിന്നെ നമ്മുടെ ഉള്ളില് പറഞ്ഞുപോയ വാക്കിനെ പ്രതി വെറുപ്പുകൾ വരും, വിദ്വേഷം വരും, കലഹം വരും, ഭിന്നത വരും, അങ്ങനെ പൈശാചികതയുടെ എല്ലാ ഫ്രൂട്ടും വരും. അപ്പോ ഇവിടെ എല്ലാം ഒരു ഈ പ്രലോഭനങ്ങൾ അതിജീവിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ചിലപ്പോഴൊക്കെ ഞാൻ തന്നെ പല സമയങ്ങളും അങ്ങനെ പറയണം ഇങ്ങനെ പറയണോ എന്നൊക്കെ വിചാരിച്ചിരിക്കും. പക്ഷെ പറയാൻ വേണ്ടി ചെന്ന് നിൽക്കുന്ന ആളുടെ മുമ്പില് ചിലപ്പോ ദൈവം ആ വിഷയത്തെ തന്നെ മാറ്റിക്കളയും, അല്ലെങ്കിൽ ആ ടോക്ക് തന്നെ മാറ്റിക്കളയും, അല്ലെങ്കിൽ ആ ഒരു ചിന്ത തന്നെ മാറ്റിക്കളയും. അപ്പൊ എനിക്ക് തന്നെ ഓർക്കും, ഞാനിങ്ങനെ കുതിച്ചൊക്കെ ചെന്നതായിരിക്കും, പക്ഷെ അവിടെ കുതിച്ചു ചെന്നതുപോലെ തന്നെ ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ലെന്ന് മാത്രമല്ല, പറയാൻ പോയ വിഷയം തന്നെ മാറിപ്പോകും. അപ്പോ എന്നെ സംബന്ധിച്ച് എനിക്കത് പ്രാക്ടിക്കലി എനിക്ക് സാധിക്കുന്നില്ല. പക്ഷെ ദൈവം അതിന്റെ ഇടയിൽ ഇടപെട്ടു എന്നല്ലാതെ എനിക്ക് ഒന്നും പറയാം. ചിലപ്പോഴൊക്കെ നമ്മളെ വായടപ്പിച്ച് കളയണത്, ചിലപ്പോൾ പറയാൻ പോകുന്ന വാക്കുകൾക്ക് രൂക്ഷ സ്വഭാവം ഉണ്ടാവും. ചില വാക്കുകൾക്ക് രൂക്ഷതയുണ്ടാവും. ചിലപ്പോൾ നമുക്ക് ദേഷ്യം വരുമ്പോ നമ്മുടെ വാക്കുകൾക്ക് എന്താ സംഭവിക്കണത്? സ്നേഹം ഉണ്ടാവും? ഇല്ല. ഒരിക്കലും ഉണ്ടാവില്ല. നമ്മുടെ വാക്കുകൾക്ക് കടുപ്പവും വെറുപ്പായിരിക്കുള്ളൂ. നമ്മുടെ വാക്കുകൾക്ക് ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന വൈകാരികത നമ്മുടെ വാക്കുകളിൽ കൂടി പുറത്തോട്ട് വരുമ്പോൾ ആ വാക്കുകൾ വളരെ മൂർച്ചയുള്ള വാളായി മാറും. അല്ല, നാവ് വാളായി മാറുന്ന സമയങ്ങൾ ഡെയിലി നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട്. അപ്പോ ഈശോയുടെ ആഗ്രഹം എന്താണ്? നമ്മളുടെ ജീവിതത്തില് നമ്മളെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ദൈവം ഒരു മനുഷ്യന് ഒരു ആത്മസംയമനം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. അത് പരിശുദ്ധാത്മാവിന്റെ എന്താണ്? ഫലമാണ്. ഫലം അല്ലെ? പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളിൽ ഒന്നാണ് ആത്മസംയമനം. അപ്പോ ദൈവത്തിന്റെ കൃപയിലായിരിക്കുക എന്നുള്ളത് നമ്മൾക്ക് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാൻ കിട്ടുന്ന ഒരു പ്രത്യേക, ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇടിച്ചു പൊളിച്ചൊക്കെ ചെല്ലും. പക്ഷെ ദൈവയുടെ ഒരുപാട് ദിവസങ്ങൾ എനിക്ക് അങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ട്. ഞാൻ വീട്ടിലിരുന്ന് അങ്ങനെ പറയണം ഇങ്ങനെ പറയണോ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കും. കാരണം നമുക്ക് ഒരു സമാധാനവും സ്വസ്ഥതയും തരില്ല അതുപോലത്തെ സാഹചര്യങ്ങൾ. അപ്പൊ ഞാൻ ഓർക്കാറുണ്ട്, ഇതെല്ലാം ദൈവം കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അവരോട് മാത്രം ദൈവത്തിന് ഭയങ്കര സിമ്പതിയാണ്. ബാക്കിയുള്ളവൻ എന്തോരം കിടന്ന് കഷ്ടപ്പെടുന്നു, ഒരു മയവും ഇല്ലാണ്ടാണ് എന്നോട് പെരുമാറണെന്നൊക്കെ നമ്മളിങ്ങനെ ഇതെല്ലാം ദൈവം കാണുന്നുണ്ട്. ആർക്ക് വേണ്ടി ചെയ്യണെന്ന്, എന്തിനു വേണ്ടി ചെയ്യണ, ദൈവം എല്ലാം കാണുന്നുണ്ട്. അവർക്ക് സൈഡാണോ എന്നൊക്കെ ചോദിക്കും ഞാൻ. അവർക്കാണോ ദൈവം സൈഡ്? എന്റെ ഭാഗത്തെന്താ നിക്കാത്തെ എന്നൊക്കെ ചോദിക്കും. കാരണം നമ്മൾ എളിമപ്പെടാനും നമ്മൾക്ക് എന്തോരം എന്താണ് കൺട്രോൾ ചെയ്യാനുള്ള പവർ ഉണ്ട്, എത്രത്തോളം നമുക്ക് നമ്മളെ തന്നെ നിയന്ത്രിക്കാനുള്ള പവർ ഉണ്ട് അല്ലെങ്കിൽ ശക്തിയുണ്ട് എന്നും കൂടി ദൈവം ടെസ്റ്റ് ചെയ്യാണ്. ഇതൊന്നും ഒരു ടെസ്റ്റ് നടത്താതെ നമ്മുടെ ഉള്ളില്
ഒരു സംഭവം നടക്കില്ല. അപ്പൊ നമുക്ക് ക്ഷമിക്കണം, നമുക്ക് സ്വന്തമായിട്ട് ക്ഷമിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ദൈവത്തെ ആശ്രയിക്കണം എന്ന് നമ്മളെ തന്നെ പഠിപ്പിക്കുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതുപോലെ വായടക്കി നിർത്തണം. നമ്മുടെ ഒന്നാമത് സ്ത്രീകൾ വായടക്കി നിർത്താറില്ല. ഞാൻ പ്രത്യേകിച്ച് വായടക്കി നിർത്തുന്ന ആളല്ല. ഞാൻ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വീട്ടില് ആ കൂടുതൽ സംസാരിക്കുന്നത്. അപ്പൊ ഞാനൊരു ദിവസം എവിടെയെങ്കിലും മാറിയുന്ന ആ വീട് ഉറങ്ങി പോകുന്ന പറയുന്നത്. അപ്പൊ അതുപോലെ ഒച്ചയും ബഹളവും ഉണ്ടാക്കുന്ന ഒരാളാണ്. കാരണം അതുപോലെയാണ് കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അപ്പൊ ഒന്ന് പറഞ്ഞ് 4ഉം 5ഉം പ്രാവശ്യം പറഞ്ഞാൽ എന്തെങ്കിലും ചലനം ഉണ്ടാവുള്ളൂ. അപ്പൊ ഇത്രയും പ്രാവശ്യം പറയണത് എന്റെ ഈ തൊണ്ട വെച്ചാണ്. അപ്പൊ ഒന്ന് പറയും, 2 പറയും, മൂന്നാമത്തേന് ശബ്ദം ഉയരും. അപ്പൊ എല്ലാം നമുക്ക് ചിലപ്പോഴൊക്കെ മിണ്ടാതിരിക്കാൻ വേണ്ടി കടിച്ചു പിടിച്ചൊക്കെ നിൽക്കും. പക്ഷെ മിണ്ടാതിരുന്ന അവസാനം പൊട്ടിത്തെറിക്കുന്നത് ഭയങ്കര ഒച്ചയായിട്ടായിരിക്കും. അപ്പൊ ഞാൻ തന്നെ ഓർക്കും, ഈ മിണ്ടാതിരിക്കുമ്പോ എന്തൊരു സുഖമാണ്, ഭയങ്കരമായ സുഖമാണ്. പക്ഷെ അവരതനുസരിച്ച് പെരുമാറുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോ പിന്നെ നമ്മള് ഷൗട്ടിങ് ആവും. പക്ഷെ ഈ മിണ്ടാതിരിക്കുന്ന സമയങ്ങളിൽ ഞാൻ ചില സമയങ്ങൾ എനിക്ക് തോന്നണത് എനിക്ക് ഈ തൊണ്ടവേദന മാറാത്തതിന് എന്നെ ഈ ആത്മസംയമനം പഠിപ്പിക്കാനാണോ എന്ന് പലപ്പോഴും ഓർക്കാറുണ്ട്. ഈ ഒച്ചപ്പാടൊന്ന് കുറച്ചാലല്ലേ എനിക്ക് എന്റെ തൊണ്ടവേദന ഒന്ന് കുറയുള്ളൂ. പക്ഷെ എന്റെ സാഹചര്യം ഒട്ടും അതിന് എന്നോട് പൊരുത്തപ്പെടുന്നില്ല. പക്ഷെ ഇത് ഈ പൊരുത്തപ്പെടാത്തതിന്റെ നടുവിൽ നീ എങ്ങനെയാണ് പൊരുത്തപ്പെട്ട് കർത്താവിന് വേണ്ടി ഉപയോഗിക്കുന്ന നാവ് നിന്റെ ജീവിതത്തിൽ എങ്ങനെ ആത്മസംയമനത്തോടു കൂടെ തന്നെ ഉപയോഗിക്കാമെന്ന് ഈശോ എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ. ഞാൻ നിങ്ങളോട് എപ്പോഴും തൊണ്ടവേദന എന്ന് പറയും, പക്ഷെ ഞാനൊരു പഠന ശാലയിലാണ് ഇപ്പോ. എനിക്ക് അങ്ങനെ തോന്നണത്. അപ്പൊ നമ്മളെ തന്നെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ദൈവത്തിന്റെ പ്രത്യേകമായി സഹായം കൂടിയേ തീരൂ. അതിന് ദൈവത്തിന്റെ മുമ്പില്, ദൈവത്തിന്റെ ശക്തിയില്, ദൈവത്തിന്റെ നോട്ടം എപ്പോഴും എന്നെ നോക്കിക്കാണുന്ന ദൈവത്തെ ഞാനും നോക്കി കണ്ടാൽ മാത്രമേ ദൈവം അല്ലേ എനിക്ക്. ഞാൻ ഇന്ന് ആ കാര്യം ഓർത്തപ്പോഴേക്കും ദൈവത്തിന്റെ ഒരു പ്രത്യേകമായ ഒരു വേദനയാണ് പിലാത്തോസിന്റെ മുമ്പില് വളരെ ക്വയറ്റായിട്ട് നിന്നു എന്നുള്ളത്. അല്ലെ, മനുഷ്യൻ ഒരിക്കലും ദൈവത്തെ വിധിക്കാൻ ആളല്ല. പക്ഷെ ദൈവം മനുഷ്യന്റെ മുമ്പിൽ വിധിക്ക് വേണ്ടി നിന്നു കൊടുത്തു എന്നുള്ളത് അതൊരു അത്ഭുതമാണ്. അല്ലെ, നമുക്ക് വിധിക്കേണ്ട വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയിട്ടാണ് ദൈവം മൗനം അവലംബിച്ചത്. നമുക്ക് വേണ്ടി സർവ മഹത്വവും അവിടെ ഒന്നുമല്ലാതാക്കി പിലാത്തോസിന്റെ മുമ്പിൽ നിന്നു കൊടുത്തു. അപ്പോ ദൈവത്തിന് ഇത്രമാത്രം ആത്മസംയമനം പാലിക്കാമെങ്കിൽ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് 1000 വട്ടം പറയുന്നതിനേക്കാൾ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് ഈ സ്നേഹം യഥാർത്ഥത്തിൽ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് തന്നെ മനസ്സിലാകുന്നത്. നമുക്ക് ആ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ശക്തമായി നിലനിർത്തുവാനുള്ള അനുഗ്രഹത്തിനായിട്ട് നമുക്ക് ചിലപ്പോൾ സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമായി ഒരിക്കലും വരണമെന്നില്ല. പക്ഷെ ഈശോയ്ക്കും സാഹചര്യങ്ങൾ ഒരിക്കലും അനുകൂലമായിരുന്നില്ലെങ്കിലും അതിനെ അതിജീവിക്കുവാൻ ഒരു ദൈവീകമായ ഇടപെടലുകൾ ഈശോ ദൈവമായിരുന്നിട്ട് പോലും ദൈവം മനുഷ്യന്റെ സത്തയിലും രൂപത്തിലൊക്കെ നിന്നുകൊണ്ട് തന്നെ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടാണ് ഈശോ കാൽവരിയിലേക്ക് ഓരോ സമയങ്ങളും കടന്നുപോയത്. ചിലപ്പോ ഈ കാൽവരി നമുക്കും കടന്നു പോകാൻ നമ്മൾ കാൽവരിയിൽ പോയി നടക്കണ്ട, നമ്മൾ വീട്ടിലിരുന്ന് ആ ജീവിതയാത്രകൾ കൂടി കാൽവരിയിൽ കയറാൻ ദൈവം അനുവദിക്കുന്നുണ്ടെങ്കിൽ ചില സമയങ്ങളും സന്ദർഭങ്ങളും ഒക്കെ നമ്മൾ അതിനോട് ചേർന്ന് പോകുമ്പോൾ ഒരു കാൽവരിയിലേക്കുള്ള യാത്ര തന്നെയാണ് ഓരോ കുടുംബജീവിതത്തിന്റെ പൂർണ്ണതയുള്ള ഒരു വിജയത്തിലേക്ക് എത്തുവാൻ ദൈവം ഇടയാക്കുന്നത്. ആ ഒരു തിരിച്ചറിവോടുകൂടെ കുടുംബജീവിതങ്ങളിൽ നിന്ന് ഭയങ്കര ഒച്ചപ്പാടും ബഹളവും ഒക്കെ വരണതിന്റെ കാര്യം ഈ ദൈവകൃപ നമ്മൾ കാത്തു സൂക്ഷിക്കുവാനുള്ള ഒരു കൃപ നമുക്ക് ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യം. ആ ഒരു അനുഗ്രഹം നമുക്ക് കുടുംബങ്ങൾക്ക് വേണ്ടി പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മറിയത്തിന് സ്തോത്രഗീതം വായിക്കാം. വായിക്കുന്നു. വായിക്കാം. മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്നും മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു.
തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രഹത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്ക് സ്തുതി. ദൈവവചനമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പരിശുദ്ധാമ്മ പറയാണ്, എളിമയുള്ളവരെ ഉയർത്തി. നമ്മൾ ഒത്തിരി പ്രാവശ്യം നമ്മൾ ഇതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. എളിമയുള്ളവരെ ഉയർത്തി. യഥാർത്ഥത്തിൽ നമ്മളുടെ എളിമയാണോ ദൈവം ആഗ്രഹിക്കുന്ന എളിമ? നമ്മൾ വളരെ പ്രാർത്ഥനാ പോരാളികളാണ്. പക്ഷെ പലപ്പോഴും കർത്താവ് ചിക്കിച്ചകഞ്ഞൊക്കെ നോക്കുമ്പോൾ പോരാളികൾ പോരാടുന്നത് മാത്രമാണ് കൂടുതൽ കാണുന്നത്, അല്ലെ? ഞാന് മിക്ക ഈ ധ്യാന കൺവെൻഷനുകളിൽ പോകുമ്പോഴൊക്കെ ഇങ്ങനെ മത്സരമാണ് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾ. ഞാൻ ഓർക്കും, ഇവരൊക്കെ എന്തിനാ ഇങ്ങനെയുള്ള ശുശ്രൂഷ എന്തിനാ? ഒരു പോസിറ്റീവ് എനർജി കൊടുക്കാത്ത ശുശ്രൂഷകരെ ദൈവം എന്തിനാണ് ഇങ്ങനെ ഇപ്പൊ ശുശ്രൂഷകരായി നിർത്തുന്നത്? അല്ലെങ്കിൽ മത്സരം, ഒന്നൊന്നിനും മത്സരമാണ്. അപ്പൊ അവിടെ അതായത് ദൈവം എവിടെയും മത്സരിച്ചുകൊണ്ട് ശുശ്രൂഷ ചെയ്തതായിട്ട് കാണുന്നില്ല, അല്ലെ? ഈശോയെ രാജാവാക്കാനും വലിയൊരു ലീഡറാക്കാനൊക്കെ നോക്കുമ്പോഴൊക്കെ ഈശോ അവിടുന്ന് സ്കിപ്പായി പോവുകയാണ്, അവിടുന്ന് രക്ഷപ്പെട്ടു പോവുകയാണ്. കാരണം ദൈവം ആരുടെയും നേതാവായിട്ട് അല്ലെങ്കിൽ വലിയൊരു രാജകീയ പദവിയിലോട്ട് കയറാനൊന്നും നോക്കുന്നില്ല. എല്ലാം കാണിച്ചു കൊടുത്തിട്ട് അവിടുന്ന് ഒന്നുമല്ലാത്ത രീതിയിൽ ദൈവം അവിടുന്ന് പുറത്തേക്ക് പോരുന്നുണ്ട്. അതുപോലെ ഈശോ പറയുന്നത് എന്താ? ഈശോ പറയുന്നത് അനുസരിക്കാനും ഈശോയുടെ ആ പ്രവൃത്തികളെ ഫോളോ ചെയ്യുവാനാണ് പറയുന്നത്, അല്ലെ? നമുക്ക് അതുകൊണ്ടാണ് ഈശോയുടെ ആ എളിമയുടെ ജീവിതം തുടങ്ങുന്നത് എവിടെയാണ് ശരിക്കും? ഈശോയുടെ എളിമയുടെ ജീവിതം തുടങ്ങുന്നത് എവിടെയാണ്? ജനിച്ച സ്ഥലം മുതൽ. ഈശോയുടെ ജനനം ദൈവം ആഗ്രഹിച്ചത് എവിടെയായിരുന്നു? ഒരു വൃത്തിഹീനമായ സ്ഥലത്ത്. ഒരു സത്രം കിട്ടിയില്ല, ഒരു വീട് കിട്ടിയില്ല, ഒരു തൊഴുത്ത് പോലും കിട്ടിയില്ല. തൊഴുത്തെന്ന് പറഞ്ഞാൽ ഒരാളുടെ ഉടമസ്ഥതയിലുള്ളതായിരിക്കും, അല്ലെ? ഒരു തൊഴുത്തെന്ന് പറഞ്ഞാൽ ഒരു ഉടമസ്ഥനുണ്ടാവും. പക്ഷെ തൊഴുത്ത് പോലും കിട്ടിയില്ല എന്ന് പറയണം. അപ്പൊ ഉടമസ്ഥതയില്ലാത്ത, ആരും ശ്രദ്ധിക്കാത്ത, ഏറ്റവും മോശമായ ഒരു അഴുക്ക് പിടിച്ച ഒരു ഇടം. കേരളത്തിൽ തന്നെ ചില ബസ് സ്റ്റോപ്പുകൾ, ഇപ്പൊ ഞങ്ങളുടെയൊക്കെ എറണാകുളം ജില്ലയിലുള്ള ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ശോചനീയമാണ്. അതൊരു സർക്കാരിന്റെ അണ്ടറിലാണെങ്കിൽ പോലും അത്രയും മോശമായ ഒരു അവസ്ഥയിലാണ് പോണത്. പക്ഷെ നമ്മളിപ്പോ ഈശോ ജനിക്കുന്നത് അങ്ങനെ ഒരു ഷെഡ് പോലും അല്ലാത്ത, ഒരു രൂപമോ ഭാവമോ ഇല്ലാത്ത ഒരു തരം പ്രത്യേകമായ അഴുക്ക് പിടിച്ച, ആരും ശ്രദ്ധിക്കാത്ത, ആരുടെയും ഓണർഷിപ്പ് ഇല്ലാത്ത കുറച്ച് ആടുകളും അങ്ങനെ മേഞ്ഞു നടക്കുന്ന കുറെ പശുക്കളൊക്കെ ഉണ്ടല്ലോ. അവർക്ക് ഒന്ന് കയറി കിടക്കാനോ ഒന്ന് ഇരിക്കാനും അതവര് ആരും അവിടെ വൃത്തിയൊന്നാക്കില്ല, ഒന്നും വെടിപ്പാക്കിയൊന്നും ഇടില്ല. ആരും ഓണറായിട്ട് വന്ന് ചോദിക്കാനും പറയാം. അങ്ങനെയുള്ളൊരു വളരെ വികൃതമായ ഒരു സ്ഥലത്താണ് ഈശോ ജനനം കൊണ്ട്. നമ്മൾക്ക് അത് വെറുതെ ജനനം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഞങ്ങൾ ജനിക്കുകയല്ല, അല്ലെ? ഒരു സ്ത്രീയുടെ ഉദരത്തിൽ നിന്നാണ് ജനനങ്ങൾ. അപ്പൊ ആ സ്ത്രീയും ആ അഴുക്കില് ഇറങ്ങണം, അല്ലെ? അഴുക്കുമായിട്ട് ഒന്ന് മിംഗ്ലിങ് ആവണം, അല്ലെങ്കിൽ അഴുക്ക് ആ സ്പേസ്. ഇപ്പോ നമ്മള് ആരും തന്നെ ഇങ്ങനെയുള്ള ഒരു അവസരം നമുക്ക് ദൈവം ഇതുവരെ അനുവദിച്ചിട്ടില്ല. കാരണം നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ പ്രസവിക്കുവാനും മക്കളെ വളർത്തുവാനും മക്കളുടെ ജീവിത രീതിയിൽ നിലനിർത്തുവാനും മുന്നോട്ട് നയിക്കുവാനും ഒക്കെ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ സ്വർഗത്തിന്റെ രാജാവ്, സർവത്തിന്റെ അധികാരി ഇത്രയും മോശമായ സ്ഥലങ്ങളിൽ ജനിക്കാൻ ആഗ്രഹിച്ചു എന്നുള്ളതിന്റെ ഒന്നാമത്തെ കാര്യം മനുഷ്യനെ എത്രമാത്രം എളിമയുടെ മാതൃക കാണിച്ചു കൊടുത്തുകൊണ്ടാണ് ഈശോയുടെ ജനനം തന്നെ. ഈ മാതൃകയോട് ഏറ്റവും ഐക്യപ്പെട്ടു നിന്നത് ആരായിരുന്നു? പരിശുദ്ധ മറിയമായിരുന്നു, അല്ലെ? പരിശുദ്ധ മറിയം തന്നെയാണ് അതായത് എനിക്ക് പ്രസവിക്കാൻ സമയമായി, പക്ഷെ മാതാവ് നോക്കുമ്പോൾ ഒരു സ്ഥലം കാണുന്നില്ല, എല്ലാവരും ഓടിച്ചു വിടുകയാണ്. അപ്പൊ പ്രസവ വേദന എടുക്കുന്തോറും മുമ്പിലൊരു സ്ഥലം ഇല്ലാതെ വരണത്, ഒരു പ്രതീക്ഷ പോലും ഇല്ലാത്തൊരു അവസ്ഥയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവസാനം ഒരു സ്ഥലം കണ്ടുപിടിക്കുന്നത് ഒട്ടും പ്രതീക്ഷിക്കാനോ സ്വീകരിക്കാനോ പറ്റാത്ത ഒരു സ്ഥലം. പക്ഷെ ആ സ്ഥലത്തെ അമ്മ എങ്ങനെയാണ് അത് സ്വീകരിച്ചത് എന്നുള്ളത് ദൈവത്തിനാണ് വ്യക്തമായിട്ട് അറിയാൻ.
അതുപോലെ ആ സ്ഥലത്തെ അങ്ങോട്ട് ആ ഹൃദയം കൊണ്ട് സ്നേഹിച്ച് സ്വീകരിച്ചു. അതുകൊണ്ടാണ് ഈശോയെ പ്രസവിക്കാൻ ആ സ്ഥലം ആയത് അല്ലെ. ഇന്ന് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും പ്രേഷ്യസ് ആയിട്ടുള്ള ഒരിടമായി മാറിയത് ഈ മറിയം ആ സ്ഥലത്തെ ഹൃദയപൂർവ്വം സ്നേഹിച്ച് സ്വീകരിച്ചത് കൊണ്ടാണ് അല്ലേ? ആണോ? അതുകൊണ്ട് തന്നെയാണ് ഈശോയുടെ പദ്ധതി അനുസരിച്ച് ആദ്യത്തെ ആ ഒരു എളിമയുടെ ജീവിതം ഭൂമിയിൽ മറിയം അതുപോലെ അതിനോട് സഹകരിച്ചത് കൊണ്ടാണ് ഈശോയ്ക്കും ആ സ്ഥലത്ത് ജനിക്കുവാനിടയായത്. മറിയം പറയാണ്, എനിക്കിത് പറ്റില്ല, എനിക്കൊട്ടും പറ്റാത്തൊരു സ്ഥലമാണ്, നമുക്ക് വേറെ എവിടെയെങ്കിലും പോകാമെന്ന് ഔസേപ്പിതാവിനോട് പറഞ്ഞിരുന്നെങ്കിൽ ആ സ്ഥലം, ആ ഒരു പദ്ധതി ദൈവത്തിന്റെ എളിമയുടെ പൂർണ്ണതയുടെ ആദ്യത്തെ പ്രവൃത്തി നടക്കില്ലായിരുന്നു അല്ലെ. അപ്പൊ എന്തോരം അമ്മ താഴ്ന്നു, ആ താഴ്മയിലാണ് ഈശോയും ജനിച്ചത്. ഈശോയ്ക്ക് വേണ്ടി രാജകൊട്ടാരത്തിൽ നിന്ന് ജനിക്കേണ്ട ഈശോ പക്ഷെ ഏറ്റവും ദാരിദ്ര്യത്തിന്റെയും മാലിന്യത്തിന്റെയും നടുവിൽ ജനിക്കുവാനിടയായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓർക്കണം, നമ്മളൊക്കെ എന്തോരം എളിമപ്പെട്ടാ മതിയാവും അല്ലെ. നമ്മുടെ ജീവിതത്തിൽ എന്തോരം താഴ്ന്നാ മതിയാവും. ഇന്ന് വരെ നമ്മൾ താഴ്ന്നതും ഇന്ന് വരെ എളിമപ്പെട്ടതും ഈശോയുടെയും പരിശുദ്ധമ്മയുടെയും എളിമയുടെ ജീവിതം വെച്ച് തട്ടിച്ചു നോക്കുമ്പോൾ ഒരു കടുകുമണിയുടെ ഒരു 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 പകുതി പോലും ആകുന്നില്ല അല്ലെ. അപ്പോ നമ്മളുടെ എളിമയെന്ന് വെച്ചാല് അത് ദൈവത്തിന് മുമ്പിൽ എത്രത്തോളം നമ്മള് ഇല്ലാതാകുന്നു, അഴുകിത്തീരുന്നു എന്നുള്ളതിന്റെ ലെവലാണ് നമ്മുടെ എളിമയുടെ ഒരു സ്വഭാവം ദൈവം കാണുന്നത്. അല്ലാതെ നമ്മൾ എളിമപ്പെട്ട് 4 നേരവും കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചാലും നമ്മുടെ എളിമയുടെ ജീവിതം ആവൂല. എനിക്ക് ഞാൻ പ്രെയർ ചെയ്യുന്നു അല്ലെങ്കിൽ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് തന്നെ ഉള്ളിലൊരു പേടിയാ പലപ്പോഴും. പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്, എന്നിട്ട് കയ്യിലിരിപ്പ് കണ്ടാൽ ഇങ്ങനെയാണെന്ന് പറയുമോ എന്ന് പോലും ഞാൻ പലരുടെയും മുമ്പിൽ പോയി നിൽക്കുമ്പോ എനിക്ക് അസ്വസ്ഥപ്പെടാറുണ്ട്. കാരണം നമ്മൾ അത്രമാത്രം താഴാനായിട്ട് നമ്മൾ ഒട്ടും സാധിക്കാത്ത ഒരു വ്യക്തിയാണ്. അല്ലെങ്കിൽ താഴ്ന്തോറും എന്തോ നഷ്ടപ്പെട്ടു പോവോ എന്നുള്ളൊരു ചിന്തയൊക്കെ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. പക്ഷെ കർത്താവ് എന്ത് ചെയ്യും? അങ്ങനെ ചിന്തിക്കുന്ന അനുസരിച്ച് അടിച്ചടിച്ച് താഴ്ത്തും. ആരുടെ മുമ്പിലാണോ താഴാൻ മടി കാണിക്കുന്നത് അവരുടെ മുമ്പിൽ ഇട്ട് തന്നെ നമ്മളെ ചവിട്ടി തേച്ചരച്ച് ഒരു പരിവാക്കുമ്പോ നിനക്ക് സ്വയം എളിമപ്പെടാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ നിന്നെ എളിമപ്പെടുത്താൻ നിന്നെ ഞാൻ പഠിപ്പിക്കുക എന്നുള്ള തരത്തില് ദൈവം കൊണ്ടുപോകും. അവസാനം ദൈവത്തിന്റെ തീരുമാനം നടത്തുകയും ചെയ്യും. അപ്പൊ നമ്മള് എളിമപ്പെടുന്നത് പോലെയല്ല ദൈവം എളിമപ്പെടുത്തുമ്പോൾ നമ്മൾ ക്ലിയർ ആയിട്ട് എളിമപ്പെടും അല്ലെ. ഇപ്പൊ ഞാൻ ഇന്നാള് പറഞ്ഞൊരു പസ് നമ്മുടെ കാലിലോ കയ്യിലോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മള് അതിനെ താലോലിച്ച് പുന്നാരിച്ചൊക്കെ ആയിരിക്കും അതിനെ നെക്കി പിഴിയണം. പക്ഷെ ഒരു ഡോക്ടറിന്റെ അടുത്തോ നഴ്സിന്റെ അടുത്തോ ചെല്ലുമ്പോഴേക്കും അവരെന്ത് ചെയ്യും? ഒരൊറ്റ നെക്കില് സംഭവം പുറത്ത് ചാടിക്കും അല്ലെ. നമ്മൾ താലോലിക്കണ പോലെയാണോ അവര് അതിനെ കൈകാര്യം ചെയ്യണത്? അല്ല. അവരുടെ ആ എന്താണ് ആ പസ് പുറത്ത് ചാടുന്ന ഏറ്റവും എളുപ്പ മാർഗം എന്താണെന്ന് നോക്കിയാൽ നമുക്ക് ഏറ്റവും വേദനിക്കുന്ന സ്ഥലത്തായിരിക്കും ചിലപ്പോ അവര് ശരിക്കും പിടിച്ച് അങ്ങോട്ട് നെക്കി പൊളിച്ച് അതിന്റെ പസും ബ്ലഡും പിന്നെ അതിന്റെ വെള്ളവും ഒക്കെ പുറത്ത് ചടിക്കുന്നു. അപ്പൊ നമുക്ക് അതങ്ങോട്ട് പുറത്തോട്ട് പോരുമ്പോ ഒരു ഭയങ്കര ആശ്വാസമാണെങ്കിലും ഒരു പുകച്ചിലും വേദനയൊക്കെ എന്റെ ഒപ്പം തന്നെ ഉണ്ടാവും. ഇതുപോലെ തന്നെയാണ് ആത്മീയ ജീവിതത്തിലും നമ്മൾ എളിമപ്പെടാനായിട്ട് ചിലപ്പോ ചില സമയങ്ങളിൽ നമുക്ക് ഒട്ടും അങ്ങോട്ട് ആപ്റ്റ് ആയിരിക്കില്ല. പക്ഷെ അത് ചെയ്ത് കഴിയുമ്പോ എന്നെ കൊണ്ട് പറ്റാത്ത കാര്യം അവരിൽ കൂടി എന്റെ ജീവിതത്തിൽ നടത്തി എന്ന് ഓർത്ത് നന്ദി പറയുമ്പോൾ അവിടെയൊക്കെ നമ്മൾ ശരിക്കും ഒരു വിശുദ്ധീകരണമാണ് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ആത്മാവില്, നമ്മുടെ ആത്മീയ ജീവിതത്തിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ അതൊന്നും നമ്മൾ ഈ ഭൂമിയിൽ വെച്ചൊന്നും വ്യക്തമായിട്ട് മനസ്സിലാവില്ല. ചിലപ്പോ അന്നേരം കർത്താവിനോട് പറയും, ദൈവമേ ഇത്രയും നാള് നിനക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്തിട്ട് എന്നെ ഇങ്ങനെ ഇട്ട് നശിപ്പിക്കാൻ അല്ലെങ്കിൽ അപമാനിക്കാനാണോ നീ തീരുമാനിച്ചതെന്നൊക്കെ ചിലപ്പോ അന്നേരം ചോദിച്ചേക്കാം. മാനുഷികമായ ബുദ്ധിയില്ല. പക്ഷെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് മനസ്സിലായത് അങ്ങനെ ആയിരുന്നുകൊണ്ടാണ് ഈ സങ്കീർത്തകൻ 119:71 പറയണ പോലെ ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി. എന്നാൽ അങ്ങയുടെ ചട്ടങ്ങൾ നല്ല വ്യക്തമായി പഠിക്കുന്ന സമയമാണ്, നല്ല ബോധ്യത്തോടുകൂടെ മനസ്സിലാക്കുന്ന സമയമാണ് ഈ സമയമല്ല. നമുക്ക് ആ ഒരു തിരിച്ചറിവുണ്ടാകാൻ ഈശോ നമുക്ക് നൽകുന്ന തിരുവചന ഭാഗം യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലെ 37-ാമത്തെ തിരുവചനം. കർത്താവ് അരുൾ ചെയ്യുന്നു, എന്റെ അടുക്കൽ വരുന്നവനെ
ഒരു നാളും ഞാൻ തള്ളിക്കളയുകയില്ല. നമ്മളിപ്പോ ഈശോയുടെ പേരിന് വേണ്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നീതിക്കോ നന്മയ്ക്കോ വേണ്ടി നമ്മൾ ഉറച്ച നിലപാടോട് നിൽക്കുന്നതാണെങ്കിൽ ഈ വചനം നമ്മൾ അനുസരിക്കുകയാണ്. കർത്താവ് അരുൾ ചെയ്യുന്നു, എന്റെ അടുക്കൽ വരുമോ. എന്റെ അടുക്കൽ എന്ന് പറഞ്ഞാൽ ഈശോ ആരാണ്? നീതിമാനാണ്, അല്ലെ? ഈശോ കരുണയാണ്, ഈശോ നീതിയാണ്, സ്നേഹമാണ്. അപ്പോ ഈ സ്നേഹവും നീതിയും കരുണയും എന്റെ ഉള്ളിലുള്ളിടത്തോളം കാലം നമ്മൾ ഈശോയുടെ അടുത്തുനിന്ന് ഒരിക്കലും പോവില്ല. പോവോ നമ്മള്? നമ്മുടെ ഉള്ളില് നീതിയും നമ്മുടെ ഉള്ളില് നീതിബോധം ഉള്ളിടത്തോളം കാലം നമ്മൾക്ക് ഒരിക്കലും ദൈവത്തെ വിട്ടുപോകാൻ പറ്റില്ല. പറ്റുമോ നമുക്ക്? പറ്റില്ല. നമ്മളിപ്പോ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നില്ലാത്തവരാണെങ്കിൽ പോലും നീതി നടത്തുന്നവരാണെങ്കിൽ അവർ ദൈവത്തിന്റെ കൂടെയാണ് ജീവിക്കുന്നത്. അവര് പള്ളിയിൽ പോകുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല, പക്ഷെ അവർ പെർഫെക്റ്റ് ആയിട്ട് ഒരു നീതിബോധത്തോടു കൂടെ ജീവിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ആത്മാവ് വളരെ ക്ലിയർ ആയിട്ട് ദൈവവുമായിട്ട് വളരെ ബന്ധത്തിലാണ്. പക്ഷെ പുറമെ ആളുകൾ നോക്കുമ്പോൾ പള്ളിയിൽ പോകില്ല, അത് ചെയ്യുന്നില്ല, ഇത് ചെയ്യുന്നില്ല, പക്ഷെ അവന്റെ ഉള്ളിൽ ക്ലിയർ ആണ്. അതാണ് ഈശോ നമ്മളെ നോക്കുന്ന പോലെയല്ല മനുഷ്യനെ ദൈവം മനുഷ്യരെ നോക്കുന്നത്. നമ്മള് ഇപ്പൊ 100 കുറ്റങ്ങൾ പറയും, പക്ഷെ ദൈവം അവനെ ആദ്യം ഉയർത്തിക്കണം. അതുകൊണ്ട് ഈശോ പറയുന്നില്ലേ, കള്ളനും കൊള്ളക്കാരും വ്യഭിചാരികളൊക്കെ ആയിരിക്കും ആദ്യം സ്വർഗരാജ്യത്തെ പ്രവേശിക്കുന്നത്. ദൈവത്തിന്റെ പ്രിയപ്പെട്ട മക്കൾ എന്ത് ചെയ്യപ്പെടും? പുറന്തള്ളപ്പെടാൻ കുറെ സാധ്യതകൾ മുമ്പിലുണ്ട്. അതുകൊണ്ട് നമ്മള് കെയർഫുൾ ആയിരിക്കണം എന്ന് ഈശോ പറഞ്ഞതിന്റെ. കള്ളന്മാരും കൊള്ളക്കാരും വ്യഭിചാരികളൊക്കെ കഠിനമായ പാപാവസ്ഥയിലാണ്, പക്ഷെ എന്ത് ചെയ്യുന്നില്ല? അവർക്ക് നീതിബോധമുള്ള ദൈവസ്നേഹത്തിന്റെ ആഴമായ ആത്മാവ് അവരെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം ഉപേക്ഷിക്കുവാൻ റെഡിയാണ്. കാരണം ഒരുപാട് മനുഷ്യര് ഈ എന്താണ് ഈ പ്രോസ്റ്റിറ്റ്യൂട്ട് ആവുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ അവരുടെ ജീവിത യാത്രകൾ അത്ര ദുരിതപൂർണമാവുന്നുണ്ട്. കഴിഞ്ഞ ദിവസം എന്നോട് ഒരു വ്യക്തി ഷെയർ ചെയ്തൊരു കാര്യമാണ്. ഇങ്ങനെ അവരുടെ ചെറുപ്പകാലത്ത് ഇങ്ങനെ ഒരു ബാംഗ്ലൂർ സ്ഥലത്ത് പോയപ്പോഴേക്കും ഇങ്ങനെയുള്ള സ്ട്രീറ്റുകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അവര് അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് കയറി. അപ്പോ എന്റെ ഒരു ഫ്രണ്ടാണ്. അപ്പൊ അങ്ങനെ കയറിയപ്പോഴേക്കും ഇവർക്ക് ഈ ഒരു ജോലി ചെയ്യുന്ന ഈ പ്രോസ്റ്റിറ്റ്യൂട്ടായ ലേഡി അങ്ങനെ ആ ഒരു മുറിയിലായിരിക്കുമ്പോ ഇയാള് ഭയങ്കരമായിട്ട് വിഷമിച്ച് വെട്ടി വേർക്കുകയാണ്. അപ്പോ അവരുമായിട്ടുള്ള ആ സമയം ചെലവഴിക്കാൻ വേണ്ടി ഈ പെണ്ണ് നിർബന്ധിക്കുന്നുണ്ട്. പക്ഷെ ഈ വ്യക്തി പറയുന്നുണ്ട്, എന്റെ ഫ്രണ്ട് പറയുന്നുണ്ട്, എനിക്ക് ഇതിനോട് താല്പര്യമില്ല, പക്ഷെ എന്റെ കൂട്ടുകാർ എന്നെ ഫോഴ്സ് ചെയ്തിട്ട് കൊണ്ടുവന്ന് നിർത്തിയതാണ്, അതുകൊണ്ട് എനിക്ക് എന്റെ ദേഹത്ത് തൊടാനോ നിന്റെ ദേഹത്ത് തൊടാനോ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒഴിഞ്ഞു മാറുകയാണ്. അപ്പൊ ഈ പെണ്ണ് ഭയങ്കരമായിട്ട് വണ്ടറടിക്കുകയാണ്. കാരണം ഇന്ന് വരെയായിട്ടും ആരും എന്റെ ദേഹത്ത് കൈവെക്കാതെ ഈ റൂം ഇട്ട് പുറത്തു പോയിട്ടില്ല. അത് അവര് അനുഭവിക്കേണ്ട ആസ്വദിക്കേണ്ട കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് അവര് പുറത്തു പോകുന്നത്. അവരുടെ കൂലിയും കൊടുത്തു പോകും. പക്ഷെ അപ്പൊ ഇവൻ ചോദിക്കുന്നുണ്ട്, എന്തിനു വേണ്ടിയാണ് നീ ഇങ്ങനെ ജീവിക്കുന്നത്? നിനക്ക് നല്ലൊരു ആരോഗ്യമില്ലേ? നിനക്ക് വേലയെടുത്ത് ജീവിച്ചൂടെ? എന്നിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് വേലയെടുത്ത് ജീവിക്കാനായിട്ട് എനിക്ക് ഒരു രോഗിയാണെന്നാ പറയണത്. രോഗിയാണ്, പിന്നെ എനിക്കൊരു കുഞ്ഞുണ്ട്, അതിനെ വളർത്തണം. എനിക്ക് അങ്ങനെ ഒരു ജോലിക്ക് പോയിട്ട് വളർത്താൻ പറ്റുന്ന സാഹചര്യമല്ല എന്റെ ജീവിതയാത്ര. പിന്നെ അതുമല്ല അതുപോലെ ഈ ബാംഗ്ലൂരിൽ എന്നെ നശിപ്പിക്കാത്ത ആരുമില്ല. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ജോലിയിൽ എവിടെ പോയാലും ഈ ഒരു നീതി കിട്ടാത്ത സ്വഭാവം എന്നെ പിന്തുടരും. അപ്പൊ എവിടെ ചെന്നാലും ഈ സ്വഭാവം ഉള്ളതുകൊണ്ട് അവർക്ക് ഈ ജോലി അല്ലാതെ വേറൊരു ജോലി എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയതുകൊണ്ട് അവർ ആ ജോലി കണ്ടിന്യൂ ചെയ്യണമെന്നാ പറയുന്നത്. അപ്പോ ഭയങ്കര സങ്കടം തോന്നി. അവളെ ആശ്വസിപ്പിച്ച് പുറത്തു പോയി എന്നാ പറയുന്നത്. അപ്പോ അങ്ങനെ ഒരുപാട് സ്ത്രീകൾ, ഒരുപാട് പെൺപിള്ളേരും ഒരുപാട് മിസ്യൂസ് ചെയ്യുന്ന കുറെ ജീവിതങ്ങളുടെ മുമ്പിൽ ദൈവം അവര് ശരിക്കും ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ജോലി ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ ആ ജീവിത വേദനയും അവരുടെ ജീവിത ദുരിതവും ഒക്കെ ദൈവം കണക്കാക്കി അവരെ സഹായിക്കും. അവരുടെ ആത്മാവ് അവരുടെ ജീവിതത്തിന്റെ മുമ്പിൽ ആരാണോ ആദ്യം കൈവച്ചത്, ആരാണോ ആദ്യം തിന്മ പ്രവർത്തിച്ചത്, അവരുടെ ജീവിതം മുഴുവനും അല്ലെങ്കിൽ അവരുടെ അവിടെ നിന്ന് തുടങ്ങി ആ വ്യക്തിയുടെ മേലും ഈ വ്യക്തിയുടെ മേലും ദൈവം കാണുന്നുണ്ട്, ദൈവം കണ്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. മരണം വരെ ചിലപ്പോൾ അവർ പ്രോസ്റ്റിറ്റ്യൂട്ടായി ജീവിച്ച് മരിക്കാനായിട്ട് ഇടയായെങ്കിലും ഇവർക്കൊരു നീതി കർത്താവ് കാണിച്ചു കൊടുക്കും. അല്ലെങ്കിൽ അവരുടെ ജീവിതത്തോട് ദൈവം നീതിയും
ദൈവം കരുണയായിട്ട് പ്രവർത്തിക്കും. പക്ഷെ ഇതിനാദ്യ നിമിത്തമാക്കിയ അല്ലെങ്കിൽ ആ ഉതപ്പ് നൽകിയ അല്ലെങ്കിൽ ഇപ്പൊ നശിപ്പിച്ച ആ വ്യക്തിയോട് ദൈവം നീതി കാണിക്കുമെന്ന് തോന്നുന്നുണ്ടോ? നീതി കാണിക്കില്ല. കാരണം ഇനി അവര് അതിനെ ഓർത്ത് ഏറ്റു പറഞ്ഞാൽ അപ്പൊ ആര് എന്റെ ദൈവത്തിന്റെ അടുക്കിലേക്ക് വരണമെങ്കിൽ ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കണം, ദൈവത്തിന്റെ നീതി എന്താണെന്ന് അറിയണം, ദൈവത്തിന്റെ കരുണ എന്താണെന്ന് അറിയണം, ദൈവം എങ്ങനെയാണ് ഈ ലോകത്തെ സഹായിക്കുന്നതെന്നും എങ്ങനെയാണ് ഈ ലോകത്തെ സംരക്ഷിക്കുന്നതെന്നും അറിയാതെ ഒരിക്കലും ഒരാളും ദൈവത്തിന്റെ അടുക്കിലേക്ക് ഇന്ന് വരെ ഞാനടക്കം എന്ന് വെച്ചപ്പോ ഞാൻ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് എന്നോട് കരുണ കാണിച്ചതെന്ന് അറിഞ്ഞപ്പോഴാണ് ഞാൻ ദൈവത്തിന്റെ അടുക്കത്തേക്ക് വരാനായിട്ടുള്ള ഒരു മനസ്സ് എനിക്ക് കിട്ടിയത്. അല്ലെങ്കിൽ ഞാൻ ഇന്നും ദൈവത്തെ നിഷേധിച്ചും ദൈവത്തിന്റെ ഒരു കാര്യവും മനസ്സിലാക്കാതെ സാധാരണ ഒരു നിർജീവ ജീവിയെ മരിച്ചവരെ പോലെ ജീവിച്ചുകൊണ്ടിരിക്കും. എന്റെ ആയുസ് തികയുന്നത് വരെ ഒരു മോശപ്പെട്ട ഒരു ജീവിതത്തിലേക്ക് ഞാൻ ഒരു വെറുക്കപ്പെട്ട മനുഷ്യന്റെ മുമ്പിൽ, ലോകത്തിന്റെ മുമ്പിൽ ഒരു വെറുക്കപ്പെട്ട ഒരു ജീവിതം. ഞാൻ മരിക്കില്ല, മരിക്കാൻ ദൈവം എനിക്ക് ആയുസ് എത്രയാണോ നിശ്ചയിച്ചിരിക്കുന്നത് വരെ ഞാൻ ജീവിക്കും. പക്ഷെ ഒരു ബ്രേക്ക് ഇടാൻ കാരണം എന്റെ ഒരു സമയങ്ങളിൽ ഞാൻ ദൈവത്തിന്റെ ആ കരുണ വ്യക്തമായ ബോധ്യത്തോടെ സഹനങ്ങൾ എടുത്തു മാറ്റാതെ തന്നെ, എന്റെ വിഷമം മാറ്റാതെ തന്നെ കർത്താവ് എന്റെ ജീവിതത്തിൽ ഇടപെടുന്ന ഒരു സമയം എന്റെ ജീവിതത്തിലേക്ക് ദൈവം വ്യക്തമായ ബോധ്യത്തോടുകൂടെ കൈപിടിച്ച് കൊണ്ടുപോയത് കൊണ്ട് മാത്രമാണ് ഞാൻ ദൈവത്തിന്റെ അടുത്തേക്ക് വന്നതും പിന്നെ ഉറച്ചു നിന്നതും. ദൈവത്തിന് വേണ്ടി നിലപാടില് വിശ്വാസത്തോടുകൂടെ വിശ്വസ്തയോടുകൂടെ നിൽക്കുവാൻ എന്നും പ്രാർത്ഥിക്കുന്നതിന്റെ കാരണം ദൈവത്തിന്റെ അടുത്തേക്ക് വരിക എന്ന് പറയുന്നത് ഒരു വലിയൊരു ടാസ്കാണ്, വലിയൊരു വെല്ലുവിളി തന്നെ. ദൈവത്തിന്റെ അടുത്തേക്ക് വന്നാൽ പിന്നെ പിശാചിന് നമ്മുടെ ജീവിതത്തിൽ ഒരു ഹാൻഡും ഇല്ല, അവന്റെ ശക്തിക്കോ അവന്റെ ബുദ്ധിക്കോ. കാരണം ദൈവത്തിന്റെ അടുത്തേക്ക് വരിക എന്നുള്ളത് വലിയൊരു വെല്ലുവിളിയാണെങ്കിൽ ആ വെല്ലുവിളിയെ അതിജീവിച്ച് കടന്നു വന്ന പിന്നെ രക്ഷയാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രദാനം ചെയ്യുന്നത്. അതുകൊണ്ടാണ് എന്റെ അടുക്കൽ വരുന്നവനെ ഒരു നാളും തള്ളിക്കളയില്ല. അപ്പൊ എന്റെ അടുത്തേക്ക് വരണമെങ്കിൽ ഞാൻ അത്രയും നിസ്സഹായനായിരിക്കണം, എന്നെ സഹായിക്കാൻ ആരുമില്ല എന്ന് മനസ്സിലാക്കണം, എന്നെ രക്ഷിക്കാൻ ദൈവം മാത്രമേ ഉള്ളൂ എന്നുള്ള ബോധ്യം വേണം. ഇങ്ങനെ ഒന്നും മനസ്സിലാക്കാതെ ഒരാൾക്കും ദൈവത്തിന്റെ അടുത്തേക്ക് വരാൻ പറ്റില്ല. വന്നാൽ തന്നെ പെട്ടെന്ന് ഇട്ടിച്ച് പോകും. കാരണം അത്യാവശ്യ കാര്യങ്ങൾ നേടിക്കഴിഞ്ഞ് പെട്ടെന്ന് പോകുന്നതിന്റെ കാരണം അവൻ ലോകത്തെ ഉപേക്ഷിച്ചിട്ടില്ല, അല്ലെങ്കിൽ ലോകചിന്തയെ അവന്റെ സ്വാർത്ഥ മോഹങ്ങൾ ഉപേക്ഷിക്കാത്തത് കൊണ്ട് ഒരിക്കലും ദൈവത്തിന്റെ അടുക്കൽ. ഇസ്രായേൽ ജനങ്ങൾ ഒരുപാട് അത്ഭുതങ്ങൾ കണ്ട ജനമാണ്. പക്ഷെ അവർക്ക് ദൈവ കൃപയുടെ മുമ്പിൽ വിശ്വസ്തയോടെ നിൽക്കാൻ പറ്റാത്തതിന്റെ കാര്യം അവര് ലോകവുമായിട്ട് ഭയങ്കര അറ്റാച്ച് ആയിപ്പോയി. ഇതാണ് മനുഷ്യന്റെ ഒരു പ്രശ്നം. ലോകവുമായിട്ട് അറ്റാച്ച് ആയി പോകുന്നതാണ് ഇന്ന് എല്ലാ ജനതകളുടെ ഒരു അപകടം. ദൈവവുമായിട്ടൊരു അറ്റാച്ച്മെന്റ് ഇല്ലാത്തത് കൊണ്ടാണ് ദൈവത്തിന്റെ അടുത്തേക്ക് വരാൻ മടിക്കുന്നത്. പലരുടെ ജീവിതത്തിലും പറയുന്ന അയ്യോ അത് ഉപേക്ഷിക്കണം, ഇത് ഉപേക്ഷിക്കണം, അയ്യോ അതൊന്നും നടക്കൂല. പിന്നെ നമ്മളൊരു വിശുദ്ധീകരണത്തിന്റെ പടി ഈ ചവിട്ടാനായിട്ട് നമ്മൾ തുടങ്ങുമ്പോൾ പ്രലോഭനങ്ങളും പ്രതിസന്ധികളും വരും. മഗ്ദലേന മറിയം ഒരു മോശപ്പെട്ട ജീവിതത്തിലായിരുന്നു. ഈശോ മഗ്ദലേന മറിയത്തിന്റെ കൂടെ ഉണ്ടായിരുന്നപ്പോഴൊക്കെ മഗ്ദലേന മറിയത്തെ ആരും തോണ്ടാനും ചിക്കാനൊന്നും വന്നില്ല. ഈ ശിഷ്യന്മാരുടെ കൂടെ തന്നെയാണ് സഞ്ചരിച്ചത്. പക്ഷെ ആർക്കും ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈശോ മരണപ്പെട്ടു കഴിഞ്ഞപ്പോ മഗ്ദലേന മറിയത്തിന് പഴയ ആൾക്കാരൊക്കെ തോണ്ടാനും ചിക്കാനും വെല്ലുവിളിക്കാനും ഉപദ്രവിക്കാനൊക്കെ വന്നു. പക്ഷെ മഗ്ദലേന മറിയം അതിനെ അതിജീവിക്കാൻ സ്വന്തം അധ്വാനങ്ങൾ ശക്തമായ ദൈവത്തിന്റെ മുമ്പിൽ ഉറച്ച നിലപാടുകൂടെ നിന്നത് കൊണ്ട് തന്നെയാണ് മഗ്ദലേന മറിയം വിശുദ്ധ മഗ്ദലേന മറിയമായി മാറിയത്. അല്ലാതെ ഒരിക്കലും നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു അധ്വാനമില്ലാതെ, നമ്മൾ അതിനുവേണ്ടി ആഗ്രഹിക്കാതെ, നമ്മളൊരു ഉറച്ച നിലപാടെടുക്കാതെ ഒരിക്കലും ദൈവത്തിന്റെ അടുത്ത് വരാനോ അല്ലെങ്കിൽ വന്ന നിപ്പില് മുന്നോട്ട് പോകാനുള്ള ഒരു ശക്തിക്കോ നമുക്ക് സാധിക്കില്ല. ദൈവത്തെ നമ്മൾ ആശ്രയിക്കും. അതുകൊണ്ടാണ് ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു എന്ന് പറയുമ്പോൾ അതൊരു പൂർണ്ണമായ ഒരു ആശ്രയബോധത്തോടുകൂടെ വരണം എന്നുള്ളത് തന്നെയാണ് ഈശോയുടെ ആഗ്രഹം. അത് എനിക്കൊന്നിനും കഴിയില്ല, ദൈവം തന്നെ എന്നെ സഹായിക്കണം, ദൈവം തന്നെ എന്നെ നടത്തണം, ദൈവം തന്നെ എന്റെ കാര്യങ്ങളിൽ ഇടപെടണം. വേറെ ആരിടപെട്ടിട്ടും കാര്യമില്ല. വേറെ ആരും എന്നെ സഹായിച്ചാൽ അവരെന്നെ വഞ്ചിക്കും, അവരെന്നെ നശിപ്പിക്കും, അല്ലെങ്കിൽ അവരെന്നെ പരാജയപ്പെടുത്തും, അവരെന്നെ ഏതെല്ലാം മിസ്യൂസിങ് നടത്താവോ, അത് പെണ്ണായാലും ആണായാലും ഏത് ജീവിതമായാലും ഈ ലോകത്ത് നടക്കുന്നത് മനുഷ്യനെതിരെ എന്ന് പറയുന്നത് ഇന്ന്
വ്യക്തമായി ഓരോ കുടുംബങ്ങളിൽ പോലും ഭാര്യ ഭർത്താവിന്, മക്കള്, മാതാപിതാക്കള്, അതുപോലെ എന്താണ് സഹോദരങ്ങൾ തമ്മിൽ മിസ്യൂസിങ് ആണ്. ഒരുപാട് മിസ്യൂസിങ് നടത്തുന്ന കാലം. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ് ഇന്നത്തെ പുതിയ പുതിയ തലമുറകളുടെ ജീവിതങ്ങളിൽ, അതുപോലെ യുവജനങ്ങളുടെ ഇടയിൽ നമുക്ക് ചിന്തിക്കാനും പറയാനും പറ്റാത്ത അത്രയും മോശപ്പെട്ട ജീവിത സാഹചര്യങ്ങളുടെ നടുവിലും പ്രലോഭനങ്ങളുടെ നടുവിലും ആ ജീവിതത്തിൽ മുങ്ങിക്കുളിച്ചുമാണ് ഈ കാലഘട്ടം പോയിക്കൊണ്ടേ. അത് കല്യാണം കഴിച്ചവരും കണക്കാണ്, കഴിക്കാത്തവരും കണക്കാണ്. ഇനി കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരും, ആരാ വെർജിനായിട്ടുള്ളത്, എല്ലാവരും ഒരു മോശപ്പെട്ട ഒരവസ്ഥയുടെ ചെള്ളയിൽ ചവിട്ടിയാണ് പോണത്. അപ്പോ ദൈവത്തിന്റെ അടുത്തേക്ക് വരാതെ ഇതിനൊരു മോചനമില്ല. ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച് അറിയാതെ ഒരു മോചനമില്ല. അതുകൊണ്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ മുമ്പിൽ എല്ലാം മുട്ടും മടങ്ങുന്നത് ഓരോരുത്തരും മരിച്ചു കഴിയുമ്പോ അല്ല, ജീവനോടുകൂടെ ആയിരിക്കുമ്പോ എല്ലാ മുട്ടുകളും മടങ്ങട്ടെ. അങ്ങനെയാണ് ദൈവത്തിന്റെ സ്നേഹവും കരുണയും ഒക്കെ ജീവനോടുകൂടെ. ചിലപ്പോ 1 മണിക്കൂർ മുമ്പേ ആണ് അറിയുന്നെങ്കിലും സാരമില്ല, ആത്മാവ് രക്ഷപ്പെടുമല്ലോ. കർത്താവിന്റെ മുമ്പിൽ അങ്ങനെ എല്ലാവരുടെയും മുട്ടും മടങ്ങുന്നത് ജീവനോടുകൂടെ, ശരീരത്തോടുകൂടെ ആയിരിക്കുമ്പോൾ തന്നെ ആയിരിക്കുവാൻ, ഈശോയുടെ അടുക്കലേക്ക് വരാൻ എത്ര വർഷം വൈകിയാലും കർത്താവ് കാത്തിരിക്കുന്നതിന്റെ കാരണം ഈ ഒരു കൃപ തിരിച്ചറിയാൻ വേണ്ടി. ഈ ദൈവത്തിന്റെ അടുത്തേക്ക് വരുമ്പോ ദൈവം ഒരിക്കലും തള്ളിക്കളയില്ല. നമ്മളിപ്പോ ഒരു കുമ്പസാരക്കാരൻ അച്ഛൻ വലിയ ഹൃദയഭാരവുമായിട്ട് കുമ്പസാരിക്കാൻ വന്ന ഒരു വ്യക്തിയെ വഴക്ക് പറഞ്ഞ് ഓടിക്കുന്നതായിട്ട് ഒരു വിശുദ്ധയുടെ ജീവിതത്തിൽ പറയുന്നുണ്ട്. പക്ഷെ ഈശോ കുരിശിൽ നിന്ന് കൈ താഴേക്ക് ഇറക്കി ആ മകനെ അനുഗ്രഹിക്കുന്നുണ്ട്. എന്നിട്ട് ഈ വൈദികനെ ശാസിക്കുന്നുണ്ട്. അപ്പോ വൈദികര് അവരുടെ ബുദ്ധി കൊണ്ടും അവരുടെ ചിന്തകൾ കൊണ്ടൊക്കെ ചിലപ്പോ അനുദപിക്കുന്ന ഭാവിയെ തള്ളിക്കളയാം. അവര് പഠിച്ചിരിക്കുന്നതും അവരുടെ സിദ്ധാന്തങ്ങളിൽ കൂടി ദൈവശാസ്ത്രത്തിൽ കൂടി അവർ മനസ്സിലാക്കി അത്രേ ഉള്ളൂ പരിമിതികൾ. പക്ഷെ അതിനേക്കാൾ ഉപരിയാണ് ദൈവത്തിന്റെ കരുണയും സ്നേഹവും കരുതലും. അല്ലായിരുന്നെങ്കിൽ നല്ല കള്ളൻ എങ്ങനെയാ നല്ല കള്ളനാകുന്നത് അല്ലെ? ഉടനെ തന്നെ പറുദീസ സ്വീകരിച്ചത് എങ്ങനെയാണ്? അപ്പോ ഇതൊക്കെ ദൈവത്തിന്റെ അടുത്തേക്ക് വരാൻ ആദ്യം കൈയും കാലും അല്ല ആഗ്രഹിക്കുന്നത്. എന്താണ് ആഗ്രഹിക്കുന്നത്? എന്താണ്? ഹൃദയമാണ് ആദ്യം ഒരുക്കപ്പെടുന്നത് അല്ലെ? ദൈവത്തിന്റെ ഹൃദയം. ഇപ്പൊ ഈ മാസം മുഴുവനും നമ്മൾ തിരുഹൃദയത്തിന്റെ വണക്കമാസവും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഈശോയുടെ ഹൃദയം നമുക്ക് വേണ്ടി അവസാന തുള്ളി രക്തവും ഈ ഭൂമിയിൽ ഇട്ടിട്ട് വീഴുന്നതിന്റെ കാരണം നമുക്ക് അത് പറഞ്ഞ എത്രത്തോളം ഒരു മനുഷ്യന്റെ ശരീരം. ഇപ്പൊ നമ്മളിപ്പോ ചിലവര് മരിക്കുമ്പോ നമ്മുടെ ഡൊണേഷൻ ചെയ്യാറുണ്ട്. കണ്ണും നമ്മുടെ ആന്തരിക അവയവങ്ങളൊക്കെ ഡൊണേറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ ഇതൊന്നുമല്ല. നമ്മളെ രക്ഷിക്കുക, നമ്മളെ വീണ്ടെടുക്കാൻ അവസാന തുള്ളി രക്തവും ഡൊണേറ്റ് ചെയ്ത ഏക ഒരു വ്യക്തി ഈശോ മാത്രമാണ്. ഈ ഡൊണേഷൻ വെറുതെ വേസ്റ്റായി പോകരുത്. അത് മാത്രമാണ് ഈശോയുടെ ഏറ്റവും വലിയ ആഗ്രഹവും ദാഹവും. ഒരു തിരിച്ചറിവോടുകൂടെ തിരിച്ച് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരുവാൻ, നമ്മുടെ വ്യക്തി ജീവിതത്തെ വിശുദ്ധമായി നിലനിർത്തുവാൻ, നമ്മുടെ കുടുംബജീവിതത്തെ, നമ്മുടെ മക്കളെ, നമ്മുടെ തലമുറകളെ, നമ്മുടെ പൂർവികരെ, ഇനി വരാനിരിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം നമുക്ക് ഈശോയുടെ കരുണയിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ ഞങ്ങൾക്കായി